KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാനായിരുന്നു ഞാൻ. 6 വർഷം അവിടെ ശരിക്കും ക്ലാസ്സില്ല, പഠിപ്പിക്കാൻ ആളില്ല. അങ്ങനെ 6 വർഷം 3 വർഷത്തിന് പരിശീലനത്തിന് ചേർന്ന കുട്ടികൾ 6 വർഷമായിട്ടും അവിടെ കിടക്കുകയാണ്. അവർ ചുമ്മാ പിന്നെ ഹോസ്റ്റലിൽ കിടന്ന് ഉറങ്ങുക, പഠിപ്പിക്കാനും ആളില്ല, ഒന്നുമില്ല. അങ്ങനെ ഒരു അനാഥാലയം പോലെ കിടന്ന ഒരു സ്ഥലമായിരുന്നു അത്. കൃത്യമായിട്ട് ശങ്കർ മോഹൻ അതിൻ്റെ ഡയറക്ടറായിട്ട് പോകുന്നു. എനിക്ക് അന്ന് ഡോക്ടർ ജലീലാണ് വളരെ നിർബന്ധം പറഞ്ഞിട്ടാണ് എന്നെ ചെയർമാനായിട്ട് കൊണ്ടുപോകുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഗവൺമെൻറ്റുമായിട്ടുള്ള ഏതെങ്കിലും സംഘടനകളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളപ്പോഴെല്ലാം എനിക്ക് ഒരു സെറ്റ് ബാക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ ഈ കോൺക്ലേവിന് പോകണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ സജി ചെറിയാൻ ഇവിടെ വന്ന് എന്നെ വ്യക്തിപരമായിട്ട് വന്ന് ക്ഷണിച്ചു. അത് ചെയ്തപ്പോൾ ഞാനൊരു വിരോധിയെ പോലെ മാറി നിൽക്കുന്നത് ശരിയല്ലോ എന്ന് വെച്ചാൽ പോയത്. എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലുള്ളതേ പറയാൻ ഒക്കുള്ളൂ. ആളുകളെ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള വർത്തമാനം ഞാൻ പറയാറില്ല. എൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന എൻ്റെ കൺവിഷനാണ് ഞാൻ സംസാരിക്കുന്നത്. അതിന് തെറ്റായ വ്യാഖ്യാനം കൊടുത്തിട്ട് ആളുകളെല്ലാം കൂടെ അതും ഇതൊക്കെ പറഞ്ഞാൽ എനിക്കതിനായിട്ട് കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് ദളിതരെ അഭിമാനിച്ചു എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞില്ലേ 6 വർഷം അവിടെ കണ്ടിട്ട് ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിൽപ്പെടുന്ന കുട്ടികൾക്ക് അവർ ഗ്രാൻറ്റ് കൊടുത്തിരുന്നില്ല. അവർക്ക് എഡ്യൂക്കേഷണൽ ഗ്രാൻറ്റ് കൊടുക്കേണ്ടതാണ്, കൊടുത്തിരുന്നില്ല. അന്ന് AK ബാലനാണ് ഇവിടെ മന്ത്രി. ഞാനത് അറിഞ്ഞിട്ട് ഇവിടെ വന്ന് എനിക്ക് യാതൊരു കാര്യമില്ല, ചെയർമാൻ എന്നുള്ളതിൽ ഞാനിതിലൊന്നും അന്വേഷിക്കേണ്ട കാര്യമേ ഉള്ളതല്ല. ഞാനിവിടെ വന്ന് അദ്ദേഹത്തിനെ കണ്ട് എഴുതി കൊടുത്തു വളരെ ഡീറ്റെയിലായിട്ട്. ഇതിങ്ങനെ ഇവർക്ക് എത്രയും വേഗം ഇവർക്കെല്ലാം ഗ്രാൻറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കുറേയൊക്കെ നമ്മൾ പലതവണ സംസ്കരിക്കുകയും ഒക്കെ ചെയ്തതിന് പരമായിട്ട് അദ്ദേഹം പറഞ്ഞു ശരി കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഒരു ബാച്ച് പുറത്തു പോയി. അപ്പം ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിനോട് പറഞ്ഞു, ഈ പോയവർക്കും കൊടുക്കണം. കാരണം അവർ എവിടെ നിന്നൊക്കെയോ കടം വാങ്ങിച്ചോ പിന്നെ നിലം വിട്ടോ ഒക്കെ ഉണ്ടായിരിക്കുക അവരിവിടെ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സാർ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ട് ഓർഡറാക്കി. അവർക്കെല്ലാം അവിടെ ഉള്ളവർക്കും എല്ലാവർക്കും 1.5-2 ലക്ഷം രൂപ വെച്ച് ഓരോരുത്തർക്കും കിട്ടി. ഒരാളുടെ മുഖം പോലും നല്ലൊരു മുഖം ഞാൻ കണ്ടിട്ടില്ല. ഇത് വാങ്ങിച്ച ആളുകൾ ഒരാൾ പോലും. അവർക്കറിയാത്തതുകൊണ്ടായിരിക്കാം ഞാനത് പറഞ്ഞുകൊണ്ട് നടന്നുമില്ല. പക്ഷേ AK ബാലൻ എനിക്കൊരു കത്തെഴുതി. ഞാൻ ഈ കുട്ടികളുടെ കാര്യത്തിൽ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിൽപ്പെടുന്ന കുട്ടികളുടെ കാര്യത്തിൽ സാർ ഇത്രയും താല്പര്യം കാണിച്ചതിൽ നന്ദി പറയുന്നു കൊണ്ട് എനിക്ക് എഴുത്തെഴുതി. അത്രയും നന്മ ആ മനുഷ്യനുണ്ടായിരുന്നു.